ഒരു കിടിലൻ വീഡിയോ പറയാതിരിക്കാൻ പറ്റുന്നില്ല. കിടിലൻ വീഡിയോ, ഇതുപോലൊരു മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വീഡിയോ വേറെ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. അമ്മാതി ഐറ്റം. കാരണം അനീഷിന്റെ 2 വർഷം മുമ്പ് അനീഷ് വേറും ഒരു ഒഴിഞ്ഞ കസേരകളിൽ കൈവീശി കാണിച്ച ആ ഒരു സീനും, അത് അന്നത്തത് 2 വർഷം മുമ്പത്തത്. എന്നാൽ ഇപ്പോൾ ഇന്നത്തെ സിറ്റുവേഷനും കൂടി കാണിച്ചിരിക്കുന്ന ആ ഒരു വീഡിയോ കിട്ടില്ല ഐറ്റം തന്നെ പറയേണ്ടി വരും. കാരണം അന്ന് ആരും തന്നെ ഇല്ലായിരുന്നു, വെറും ഒഴിഞ്ഞ കസേരകൾ മാത്രമായിരുന്നു മുമ്പ്. ആ കസേരകൾ മുന്നിൽ വന്ന് നിന്നുകൊണ്ട് അനീഷ് ഇങ്ങനെ കൈവീശി കാണിക്കുന്നു. പക്ഷെ ഇന്നിപ്പോ എയർപോർട്ടിൽ വന്നിറങ്ങിയപ്പോൾ തന്നെ ആ ഒരു ജനക്കൂട്ടത്തിന് നടുവിൽ, ആ ഒരു ആരവങ്ങൾക്ക് നടുവിൽ കൈവീശി കാണിക്കാനുള്ള ഒരു അവസരം അനീഷിന് കിട്ടുക, ഇതൊക്കെ തന്നെ അല്ലേ ഒരു മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വീഡിയോ എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ആർക്കായാലും ഒരു ഇത് തോന്നുന്ന ഒരു തരം വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്. കാരണം എന്തൊരു കാര്യത്തിലായാലും നമ്മൾ പരിശ്രമിച്ചു കഴിഞ്ഞാൽ അത് നേടിയെടുക്കാൻ കുറച്ചൊന്ന് വൈകിയാലും അത് നമ്മളെ തേടി എത്തും, അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ അരികിൽ എത്തുമെന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള ഒരു പെർഫെക്റ്റ് എക്സാമ്പിൾ ആയിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണ് ഇതെന്നത് എടുത്തു പറയേണ്ടി വരും. അജാതി തീ ഐറ്റം എന്ന് പറയാം. കാരണം നമുക്കറിയാം പുള്ളി ഈ ഒരു ബിഗ് ബോസ് ഷോയ്ക്ക് വേണ്ടിയും അതോടൊപ്പം തന്നെ ഇതിൽ വരാൻ വേണ്ടിയൊക്കെ തന്നെ ഒരുപാട് പരിശ്രമിച്ച ഒരു വ്യക്തിയാണ്. ആ പരിശ്രമത്തിന്റെ റിസൾട്ടാണ് ഇപ്പോൾ ജനങ്ങൾക്കിടയിൽ നിന്നും അത്രത്തോളം വലിയൊരു പിന്തുണയോടുകൂടി അനീഷിന് ലഭിച്ചത്. അതായത് അയാൾ ആഗ്രഹിച്ച കാര്യം ഇതായിരുന്നു, ആ ആഗ്രഹിച്ച കാര്യം അയാൾ നേടിയെടുത്തു. അതിൽ അനീഷിനെ സമ്മതിക്കണം. കാരണം ഒരു തരത്തിലും ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസും ഇല്ലാതെ ഒരു കോമണർ എന്നുള്ള ലേബൽ അതിൻ്റെ അകത്ത് കയറിയിട്ട് ഇജാതി ഓളം ഉണ്ടാക്കി ജനങ്ങൾക്കിടയിൽ ഇങ്ങനെ ഒരു തരംഗമുണ്ടാക്കിയ ഒരു വ്യക്തി, അത് അനീഷ് തന്നെയാണെന്നതിൽ സംശയമില്ല. അതിൻ്റെ തെളിവാണ് 2 വർഷം മുന്നേ അനീഷിൻ്റെ ഈ ഒരു വീഡിയോയും അതിനുശേഷം ഇപ്പോൾ അനീഷിനെ കാണാനായിട്ട് ജനങ്ങൾ തിങ്ങി നിറഞ്ഞ് എയർപോർട്ടിൽ നിന്ന ആ ഒരു കാഴ്ചയും അതിന് നടുവിലൂടെ അനീഷ് വന്നതും ഒരു വലിയ തരത്തിലുള്ള ഓളം ഉണ്ടാക്കിയത്. അതായത് ഒന്നുമില്ലായ്മയിൽ നിന്നും, ആരും അറിയപ്പെടാത്ത ഒരു വ്യക്തിയിൽ നിന്നും ഇന്നിപ്പോൾ കേരളക്കര ഒട്ടാകെ അറിയുന്ന ഒരു വ്യക്തിയിലേക്കുള്ള ഒരു മാറ്റം, അത് തന്നെയാണ് ഈ വീഡിയോയിൽ നിന്നും മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഇതൊക്കെ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു തരം കാര്യം എന്ന് പറയുന്നത്. ആരെയായാലും ഇതൊക്കെ തന്നെയാണ് പെർഫെക്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് ആർക്കായാലും. കാരണം ഏതൊരു പ്രതിസന്ധി ഘട്ടത്തിലും ഉയർത്തെഴുന്നേൽക്കാനായിട്ട് പറ്റും, അല്ലെങ്കിൽ പറ്റണം. വിജയം നമ്മളെ കാത്തിരിക്കുന്നു എന്നതിനുള്ള ഒരു പെർഫെക്റ്റ് എക്സാമ്പിൾ ആയിട്ട് ഈ ഒരു വീഡിയോ ശരിക്കും പറഞ്ഞാൽ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണെന്ന് കാര്യത്തിൽ സംശയം.